കോഴിക്കോട് ജില്ലയിലെ സ്വാശ്രയ ടിടിഐകളിലേക്ക് ബി.എഡ് പ്രവേശനം അവതാളത്തിൽ. സർക്കാരിന്റെ 250-ലധികം മെറിറ്റ് സീറ്റുകളാണ് DDE ഓഫീസിൽ നിന്ന് അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാത്തതിനാൽ പാഴാകുന്നത്. ജില്ലയിലാകെ 14 TTI സ്വാശ്രയ കോളേജുകളാണുള്ളത്. 50% സീറ്റുകളും സർക്കാർ മെറിറ്റിലുള്ളത്. മെയ് 31-ന് അഡ്മിഷൻ നടക്കേണ്ട കോളേജുകളിൽ സ്വാശ്രയ സീറ്റിലേക്കുള്ള പ്രവേശനം പൂർത്തിയായിട്ടും സർക്കാർ സീറ്റുകളിൽ മാത്രം കുട്ടികളില്ല. ഈ കോളേജുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ട ചുമതല ജില്ലയിലെ DDEക്കാണ്. എന്നാൽ ഒഴിവുള്ള സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെ നിരവധി നടപടികൾ DDE സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. പറയുമ്പോൾ ഒരുപാട് അപേക്ഷകരുണ്ടെന്ന് പറയും, പക്ഷേ കുട്ടികളൊന്നും എത്തിപ്പെടുന്നത് കാണുന്നില്ല. അപ്പോൾ 50% സീറ്റ് സർക്കാരിൻ്റെ ആണ്. ഈ സർക്കാർ സീറ്റാണ് കംപ്ലീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ സർക്കാരിൽ നിന്ന് അപേക്ഷകർ ഉണ്ടായിട്ട് കിട്ടാത്തതാണോ, അല്ലെങ്കിൽ കുട്ടികൾ അപേക്ഷിക്കാത്തതാണോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇറക്കാത്തതിൻ്റെ തകരാറാണോ ഒന്നും അറിയില്ല. കഴിഞ്ഞ 2 വർഷമായി ഒരു കോളേജിൽ 50 മെറിറ്റ് സീറ്റുകളിലാകെ എത്തുന്നത് 15ഓളം വിദ്യാർത്ഥികൾ മാത്രമാണ്. ആവശ്യത്തിന് കുട്ടികളില്ലാതെ 14 കോളേജുകളിൽ 4 എണ്ണം നിലവിൽ പൂട്ടിപ്പോയി. സെമസ്റ്റർ സമ്പ്രദായമായതിനാൽ ഇനി അഡ്മിഷൻ നടന്നാൽ തന്നെ കുട്ടികളുടെ ഭാവിയും ആശങ്കയിലാണെന്ന് പ്രധാന അധ്യാപകർ പറയുന്നു. അപ്പോൾ കുട്ടികൾ ഒരുപാട് താമസിച്ച് വരുമ്പോൾ ഈ ഫസ്റ്റ് സെമസ്റ്റർ കുട്ടികൾക്ക് തീരെ അങ്ങ് ഇല്ലാതായി പോകും. അപ്പോൾ അവർക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാനോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് വന്നപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഒഴിവുള്ള സീറ്റുകളിൽ അഡ്മിഷൻ നടത്താൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. TK സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.